പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമ്മളെ സഹായിച്ച മ്യൂസിക് ടീമിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. നാളുകളായുള്ള അവരുടെ പരിശീലനമാണ്. അവരുടെ നേരെ വലതുകരം ഉയർത്തി ശക്തിപ്പെടുത്തിക്കൊണ്ടൊരു ഹല്ലേലൂയ. ഈ പ്രോഗ്രാമുകൾ ദൈവജനത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് ഷൂട്ട് ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരരുണ്ട്. അവരുടെ നേരെ ബലപ്പെടുത്തിക്കൊണ്ടൊരു ഹല്ലേലൂയ. തുടർന്നുള്ള സമയങ്ങളിൽ ഒരു ജീവിത സാക്ഷ്യം കേൾക്കുവാനായിട്ട് ദൈവം നമുക്ക് ഇടവരുത്തുകയാണ്. നമുക്ക് ആ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. സാക്ഷ്യ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട റാഫി തൈമടത്തിൽ ബ്രദറാണ്. അദ്ദേഹം തൃശ്ശൂരുള്ള അസീസി പ്രയർ ടീമിലെ അംഗമാണ്. ഈ അസീസി പ്രയർ ടീമിനെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഒരു വലിയ അത്ഭുത പ്രവൃത്തിയാണ് അതിൽ ആ പ്രയർ ടീമിനുള്ളത്. തൃശ്ശൂർ രൂപതയുടെ ഔദ്യോഗികമായ അംഗീകാരമുള്ളൊരു ഗ്രൂപ്പാണ്. അവർ കർത്താവിനെ കണ്ടുമുട്ടി, അവരുടെ ജീവിതം മാറി, അവരൊരുമിച്ച് കൂടി മദ്യപാനികളും ഇങ്ങനെ ക്രിമിനൽസുമായ ദൈവമക്കളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുപ്പിക്കുന്ന അത്ഭുതകരമായൊരു ശുശ്രൂഷ അവർ ചെയ്യുകയാണ്. ആ ടീമിലുള്ള എല്ലാവരെയും ഓർത്തുകൊണ്ട് ഒരു വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റവും സ്നേഹത്തോടെ ഈ മിനിസ്ട്രിയിലേക്ക്, ശലോം മിനിസ്ട്രിയിലേക്ക്, ഈ ശുശ്രൂഷയിലേക്ക് ബഹുമാനപ്പെട്ട റാഫി ബ്രദറിനെ നിങ്ങളുടെ ഓരോരുത്തരും പേരിൽ ഈശോയുടെ നാമത്തിൽ ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ. ശാന്തമായി കണ്ണുകൾ അടയ്ക്കുക, കരങ്ങൾ കൂപ്പാം. ഈ സമയം നമ്മുടെ അമ്മയായ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം തേടാം. പരിശുദ്ധ അമ്മേ, ഈ രാത്രിയിൽ നിന്റെ ആലയത്തിൽ വന്ന ഈ ദൈവജനം ആരാധിച്ച് പ്രാർത്ഥിച്ച് വചനം കേൾക്കുമ്പോൾ അവിടെ ജീവിതങ്ങൾക്ക് ആവശ്യമായ വചനങ്ങളും മാനസാന്തരം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പാപിയും ബലഹീനനുമായ എന്നെയും ഈ കൂട്ടത്തോടെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സമയം അമ്മേ, ഞങ്ങളുടെ കരം പിടിച്ച് നടത്തണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. സകല വിശുദ്ധരെ, മാലാഖ വൃന്ദങ്ങളെ, പ്രത്യേകമായിട്ട് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ, ഒല്ലൂരിനെ സ്വർഗം ഉയർത്തിയ വിശുദ്ധയായ എഫ്രോസ്യമ്മയുടെ മാധ്യസ്ഥവും വിശുദ്ധ അൽഫോൺസോയുടെ മാധ്യസ്ഥവും ഈ സമയം പ്രത്യേകമായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ഈശോ മിശിഹായിക്ക്. പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനം ഇപ്രകാരമാണ് അരുളി ചെയ്യുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ തിരുവാക്ക് അവിടെ ഇങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത്: മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാണ്. കർത്താവിൻ്റെ വരവനായി സ്ഥാപക യോഹന്നാൻ മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞ ഈ തിരുവചനം, അവൻ വരുന്നത് കുന്നുകളെ അവിടെ നിന്ന് തകർക്കാനും വളഞ്ഞതിനെ സ്ട്രെയിറ്റ് ആക്കാനും മൃദുലമാക്കാനുമാണ് അവൻ വരുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഈ രാത്രിയിൽ നമ്മൾ സമ്മേളിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇനിയും മാനസാന്തരത്തിൻ്റെ ആവശ്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തെ കർത്താവിനെ ക്രമമാക്കുന്ന ഒരു ജീവിതം വാർത്തെടുക്കാൻ ദൈവമായ കർത്താവ് ഈ സമയം ആഗ്രഹിക്കുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വചനമാണ് വിശുദ്ധ ബൈബിളിൽ നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ, നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവിനെ കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ വചനഭാഗം ഒത്തിരി ഹൃദയസ്പർശിയാണ്. ജെറമ്യയുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ 8-ാമത്തെ തിരുവാക്ക്, അവിടുന്ന് എങ്ങനെയാണ് വചനം പറയുന്നത്: ഞാൻ ഏതെങ്കിലും ഒരു രാജ്യത്തെയോ ഒരു വ്യക്തിയെയോ ഒരു സമൂഹത്തെയോ ഉന്മൂലനം ചെയ്യണമെന്ന് പ്രഖ്യാപിച്ചിരിക്കെ ആ ജനമോ ആ രാജ്യമോ ആ വ്യക്തിയോ അനുതപിച്ച് തന്റെ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അതിനോട് ചെയ്യാനിരിക്കുന്നതിനെ കുറിച്ച് ഞാൻ പുനഃപരിശോധിക്കുമെന്ന്. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറയണോ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പാപിയായ മനുഷ്യർക്ക് ദൈവം നൽകുന്ന ഏറ്റവും ഹൃദയസ്പർശമായ ഒരു വചനം: നീ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞാൽ
നിന്നോട് ചെയ്യാനിരിക്കുന്നതിനെ കുറിച്ച് പുനഃപരിശോധിക്കുന്ന ഒരു ദൈവത്തെയാണ് ഈ രാത്രിയിൽ പ്രിയ ദൈവജനമേ ഞാനും നീയും ആരാധിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ തന്റെ പാപത്തെ ജീവിതത്തെ ഓർത്ത് ഒത്തിരിയേറെ വിലപിച്ച് ഇന്നും കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രിയമുള്ളവരെ ഞാൻ. കാരണം സമൂഹത്തിൽ ഒരു പുഴുത്ത പട്ടിയെ പോലും വിലവെക്കാത്ത പോലെ അത്രമാത്രം ശപിക്കപ്പെട്ടവനായി സമൂഹത്തിലെ അനേക ജനങ്ങൾ പലപ്പോഴും കാണുമ്പോൾ ഭയപ്പെട്ട് അകന്നു പോകുന്ന സാഹചര്യത്തിൽ വളർന്ന ഒരു വ്യക്തി ജീവിതമാണ് എൻ്റെ. എന്നാൽ പ്രിയമുള്ളവരെ, ഒത്തിരിയേറെ ക്രിമിനൽ സ്വഭാവത്തിൽ ഞാനൊരു വിശ്വാസിയായി പിറന്നു. ഒത്തിരിയേറെ മാതാപിതാക്കൾ വിശ്വാസ ജീവിതത്തിൽ കടന്നു പോകുന്നുണ്ട്. എങ്കിലും പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, ഈ രാത്രിയിൽ ഈ വചനം എന്റെ സാക്ഷ്യത്തോടു കൂടി കേൾക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ദൈവം എത്രമാത്രം പാപിയായ നിന്നെയും എന്നെയും സ്നേഹിക്കുന്നുവെന്ന ഈ ചിന്ത നിന്റെ ജീവിതത്തിൽ ഭരിക്കണം. പ്രിയ സഹോദരങ്ങളെ, എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭാര്യയും 2 മക്കളും അമ്മയുമുണ്ട്. മക്കൾ 2 ആൺമക്കളാണ്. കഴിഞ്ഞ കാല ജീവിതത്തിൽ ഞാൻ പറഞ്ഞു, ഒരു പുഴുത്ത പട്ടിയുടെ പോലെ വിലയില്ലാതെ അത്രമാത്രം ക്രിമിനലായി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്നെ ഈ കാലഘട്ടത്തിൽ ഒത്തിരി യുവജനങ്ങൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കാൻ തുടങ്ങി. അവിടെ ചട്ടകമായി അനേക ക്രിമിനൽ കേസുകൾ പ്രതിയായി തീർന്നു. പ്രിയ സഹോദരങ്ങളെ, രാത്രി യാമങ്ങളിൽ ചെന്ന് ഭവനങ്ങൾ കയറി ഭീഷണിപ്പെടുത്തുകയും അനേകരെ കയ്യേറ്റം ചെയ്യുകയും അനേക വാഹനങ്ങൾ തകർത്ത് അനേക മേഖലകളിൽ ക്രിമിനൽ സ്വഭാവമായി ജീവിച്ചു. എന്നെ എൻ്റെ നാട്ടിൽ വിളിക്കുന്ന പേര് വർഷങ്ങൾക്ക് മുൻപ് ഭീകരൻ എന്നാണ് വിളിക്കുന്നത്. കണ്ടാൽ ആരും മൈൻഡ് ചെയ്യില്ല. അനേക സമയങ്ങളിൽ, ഒത്തിരിയേറെ രാത്രി സമയങ്ങളിൽ പ്രിയമുള്ളവരെ, പോലീസ് വാൻ എൻ്റെ വീടിന് ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാ ചീറിപ്പായും. എൻ്റെ മാതാപിതാക്കൾ പൊട്ടിക്കരയും, പേടിച്ച് വരച്ച് നിൽക്കും. പോലീസിന്റെ സൂഷിന്റെ സൗണ്ട്, ഈ സ്വരം കേൾക്കുമ്പോൾ അത്രമാത്രം ക്രിമിനലായി ജീവിച്ച ഒരു കാലഘട്ടം. പ്രിയമുള്ളവരെ, എൻ്റെ അമ്മ പലപ്പോഴും മുട്ടുമേൽ നിന്ന് ജപമാല ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും പുച്ഛമായി തോന്നിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ക്രിമിനലായി ജീവിക്കുന്ന ആ സമയങ്ങളിൽ തിരുസഭയ്ക്കും സന്യസ്തർക്കും വൈദികർക്കും എതിരെ, അതേപോലെ വചന കൂടാരങ്ങൾക്ക്, ഡിവൈൻ ധ്യാന മന്ദിരം, അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള സകല ധ്യാന മന്ദിരത്തിനെതിരെ പ്രിയ സഹോദരങ്ങളെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ തെരുവ് നാടകങ്ങൾ നടത്തി ഒത്തിരിയേറെ ക്രിമിനലായി ജീവിച്ചു പോന്ന ഒരു കാലഘട്ടം. പെറ്റ അമ്മ ഒത്തിരിയേറെ വേദനയോടെ കണ്ണുനീരോടെ കരയുന്ന പലപ്പോഴും കണ്ടിട്ടുണ്ട്. അമ്മയെ തെരുവിളിക്കുകയും ശാപവാക്കൾ പറഞ്ഞ് തൻ്റെ പാപമാർഗം പിന്തുടരുകയാണ് ചെയ്യുക. എന്നാൽ പ്രിയമുള്ളവരെ, അവസാനം ഒത്തിരിയേറെ കേസുകളിൽ പ്രതിയായി നാട്ടിലും വീട്ടിലും ആര് സ്നേഹമില്ലാത്ത അവസ്ഥയിൽ എൻ്റെ അമ്മയുടെ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു: ഒരു പക്ഷേ ഇവൻ വിവാഹം കഴിച്ചാൽ ഇവൻ നന്നായി പോകുമെന്ന് കരുതി പ്രിയപ്പെട്ടവരെ ഒരു വിവാഹത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ എൻ്റെ സഹോദരിയെ വിവാഹം കഴിച്ചു കൊടുത്ത തൊട്ട വീടിനടുത്ത് നല്ല സുന്ദരിയായ ഒരു പെൺകൊച്ച് അതിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനുണ്ട്, നല്ല സ്വഭാവമാണെന്ന്. പ്രിയമുള്ളവരെ, അതറിഞ്ഞോ അറിയാതെയോ ഈ വിവാഹത്തിന് വലിയ താല്പര്യമൊന്നുമില്ല. വീട്ടുകാരുടെ നിർബന്ധപ്രകാരം അവൾ എന്നെ വിവാഹം കഴിക്കുകയാണ്. വിവാഹ ജീവിതത്തിൽ പള്ളിയിലേക്ക് വിളിച്ചു ചെല്ലാനും നമസ്കാരത്തിന് ചെല്ലുന്ന സമയങ്ങളിൽ ആ ദേശത്ത് ഞങ്ങളുടെ ഇടവകയിൽ വികാരിച്ചൻ പറഞ്ഞു, ഒരിക്കലും ഇവന് പെണ്ണ് കൊടുക്കരുത്. പ്രിയമുള്ളവരെ, ഭാര്യ വീട് അഥവാ വൈഫ് ഹൗസിലേക്ക് വിളിച്ചു പറഞ്ഞു, ആ ഇടവകയിലേക്ക് വിളിച്ചു പറഞ്ഞു, ഇത് ഒത്തിരി ക്രിമിനലുള്ള സ്വഭാവമുള്ള ഒരു മനുഷ്യനാണ്, വിവാഹം നടത്തി കൊടുക്കരുത്. എന്താകട്ടെ, അച്ഛനോടൊക്കെ വൈരാഗ്യമായി ഒത്തിരി തെരുവാക്കുകളൊക്കെ ഉപയോഗിച്ച് ആ സമയങ്ങൾ കടന്നുപോയി. ദൈവാനുഗ്രഹമെന്ന് ഇപ്പോൾ ഞാൻ പറയട്ടെ, ആ വിവാഹം നടന്നു. പ്രിയമുള്ളവരെ, ദൈവഭയം എന്തെന്ന് തിരിച്ചറിയാതെ, ദൈവത്തിന് സ്നേഹം എന്തെന്ന് തിരിച്ചറിയാതെ അങ്ങനെ കടന്നുപോയ സമയങ്ങൾ ഏശയുടെ പുസ്തകത്തിൽ 59-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ തിരുവാക്ക് പ്രിയമുള്ളവരെ ഇങ്ങനെയാ പറയുന്നത്: രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകിയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. നിന്നെയും
ദൈവത്തെയും അകറ്റിരിക്കുന്നത് നിന്റെ അകൃത്യങ്ങളാണെന്ന് വിശ്വസിക്കുന്നവർ വലത് കരയുയർത്തി ഒരു ഹല്ലേലൂയ പറയട്ടെ, ഉറക്കെ പറയട്ടെ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, രാത്രിയാമങ്ങളിൽ വീട്ടിലേക്ക് ചെന്ന് പാവം പെണ്ണിനെ, എന്റെ ജീവിത സഖിയെ മാറി മാറി ചകിടത്തടിക്കും, ഒത്തിരിയേറെ വേദനിപ്പിക്കും. ഒത്തിരിയേറെ കരഞ്ഞവൾ അവളുടെ ഭവനത്തിലേക്ക് പോയി പലവരും കോംപ്രമൈസ് വെച്ച് പല കാര്യങ്ങളും വെച്ച് വീണ്ടും ഒരു ജീവിതം തുടർന്നു. 2-3 ദിവസം കഴിഞ്ഞാൽ വീണ്ടും തല്ലും വഴുക്കുമായി ആ കുടുംബ ജീവിതം എന്നും ശപിക്കപ്പെട്ടതും കണ്ണുനീരുമായി കടന്നു പോകുകയാണ്. ഒരു ദിവസം പ്രിയപ്പെട്ടവരെ, എനിക്ക് മനസ്സിലായി ഈ പെൺകുട്ടി എനിക്ക് ചേർന്ന ഒരു ഇണയല്ല. പ്രിയമുള്ളവരെ, ഞാൻ അവളെ ശരീരത്തിൽ കയറുന്ന ഒരു രാത്രി ഒരു 2:30 സമയമാണ്. ഞാൻ അവളെ ശരീരത്തിൽ കയറിയിരുന്ന് ഒരു തലോണയെടുത്ത് മുറയ്ക്ക് അമർത്തി പിടിക്കുകയാണ്. ഈ പാവം പെണ്ണ് കൈക്കാലുകൾ കൂട്ടിയടയ്ക്കാൻ തുടങ്ങി, വിറയ്ക്കാൻ തുടങ്ങി. അവൾ കോളിയിടാൻ പറ്റുന്നില്ല. കാരണം ഞാൻ ശരീരത്തിൽ കയറിയിരിക്കുന്നു, തലോണ വെച്ച് അമർത്തി പിടിക്കുകയാണ്. ഈ സമയം കൈക്കാലുകൾ അടിച്ചുകൊണ്ടിരിക്കുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ കൈക്കാലുകളെല്ലാം സ്റ്റോപ്പായി, എല്ലാം നിലച്ചു. അവൾ മരിച്ചു എന്ന് മനസ്സിലായി. പ്രിയമുള്ളവരെ, ഞാൻ പുറത്തേക്ക് ചാടുകയാണ്. ഏകദേശം രാത്രി ഒരു 2-2:30 സമയം. ഈ സമയത്ത് അനേക ആളുകളെ ഭവനത്തിൽ കയറി ആക്രമിച്ചിട്ടുണ്ട്, പലവരെയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും പ്രിയമുള്ളവർ തന്റെ ജീവിത സഖിയെ കൊലപ്പെടുത്തി എന്ന ആ വിശ്വാസത്തിൽ എന്നെ വല്ലാതെ ഭരിക്കാൻ തുടങ്ങി. ഭയം, ഞാൻ ആത്മഹത്യ ചെയ്യാം, അല്ലെങ്കിൽ നാട് വിട്ടു പോകാം, എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു കവലയുണ്ട്. ഈ കവലയിൽ നിൽക്കുമ്പോൾ രാത്രി ഏകദേശം 3 മണി സമയം ഒരു ബൈക്ക് വന്ന് നിൽക്കുകയാണ്. ചോദിച്ചു, എന്താണ് ഇവിടെ നിൽക്കുന്നത് എന്ന്. നമ്മുടെ ദൈവത്തിന്റെ പരിപാലന നോക്കുക പ്രിയമുള്ളവരെ, എന്താണ് ഇവിടെ നിൽക്കുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, തനിക്ക് എന്താ വിരോധം, ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ ചോദിച്ചു, ഹെൽമെറ്റ് വെച്ചിരിക്കുന്ന മനുഷ്യൻ അദ്ദേഹം കയറാൻ പറഞ്ഞു. ഞാൻ ആ ബൈക്കിന്റെ പുറകിൽ കയറി ഒരു 2 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിൽ അവിടെ ചെന്നു. ഹെൽമെറ്റ് ഊരിയപ്പോഴാണ് മനസ്സിലാക്കുന്നത് അതൊരു വൈദികനാണ്. അദ്ദേഹത്തെ പല കാര്യങ്ങൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പണം വസൂലാക്ക പതിവായിരുന്നു. പലപ്പോഴും അദ്ദേഹത്തെ കുപ്രചാരണങ്ങൾ നടത്തി അദ്ദേഹത്തിൽ പണം ഈടാക്ക പതിവായിരുന്നു. അച്ഛൻ ചോദിച്ചു, നീ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഈ സമയത്ത് നിൽക്കുന്നത്? ഞാൻ പറഞ്ഞു, അച്ഛോ, ഞാൻ എൻ്റെ ജീവിത സഖിയെ കൊലപ്പെടുത്തിയിട്ടാണ് വന്നിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ആദ്യമായിട്ട് ഞാൻ ആ രാത്രി 3:30-4 മണി സമയത്ത് ദൈവത്തിന്റെ സ്വരം കേൾക്കുന്നത് ഈ വൈദികന്റെ സ്വരത്തിൽ നിന്നാണ്. വൈദികൻ പറഞ്ഞു, പ്രിയപ്പെട്ട മകനെ, നിന്റെ ജീവിതത്തിൽ നീ കടന്നുപോയ പാപത്തിന്റെ ബന്ധനങ്ങൾ പലപ്പോഴും അനേക ആത്മാക്കളെ വേദനിപ്പിച്ചു, അനേക കുടുംബ ബന്ധങ്ങളെ മുറിച്ചു, പലവരെയും നീ പല രീതികളിൽ പരിക്കേൽപ്പിച്ചു, കുത്തിയും ഇടിച്ചൊക്കെ പ്രശ്നങ്ങൾ പ്രതിസന്ധികളുണ്ടായി ഒരു ഗുണ്ടാ ജീവിതം നയിക്കുകയാണ് നീ. എന്നാൽ സ്വർഗത്തിലെ ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അച്ഛൻ പറഞ്ഞു, കുടുംബം അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ അച്ഛൻ അപ്പോസ്തല പ്രവർത്തനം 16:31 തിരുവാക്യം പറഞ്ഞു എന്നോട്, നീ കർത്താവായി യേശുവിൽ വിശ്വസിക്കണം, നീ കർത്താവായി യേശുവിൽ വിശ്വസിക്കണം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയമുള്ളവരെ, എൻ്റെ കുടുംബ ബന്ധത്തിൽ ഈ ഒരു വചനം എൻ്റെ ഉള്ളിലേക്ക് തുളച്ചു കയറി. പലപ്പോഴും വചനം കേട്ടിട്ടുണ്ട്, പക്ഷേ അച്ഛൻ പറഞ്ഞത് ഒരു കുന്തം കൊണ്ട് കുത്തിയെ പോലെ എനിക്ക് തോന്നി. നീ കർത്താവായി യേശുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന്. പ്രിയമുള്ളവരെ, അവിടെ എൻ്റെ ശരീരത്തിൽ പ്രത്യേകമായ ഒരു വയർപ്പ് ഇങ്ങനെ ഒലിക്കാൻ തുടങ്ങി. ഞാൻ ശാന്തനായി. അച്ഛൻ പറഞ്ഞു, നിന്റെ ജീവിത സഖിക്ക് ഒന്നും തന്നെ സംഭവിക്കില്ല, എന്നാൽ നീ ഒന്ന് മനസ്സിലാക്കുക, ദൈവം നിന്നെ ഇതാ തൊട്ടിരിക്കുന്നു എന്ന്. ദൈവം നിന്നെ ഇതാ തൊട്ടിരിക്കുന്നു. എനിക്ക് മനസ്സിലായില്ല. ദൈവത്തിനെതിരെ, അഭിഷക്തർക്കെതിരെ, സന്യസ്തർക്ക്, കത്തോലിക്ക സഭയ്ക്കെതിരെ ധ്യാന മന്ദിരത്തിലെ കുപ്രചാരണങ്ങൾ നടത്തിയ ആ ജീവിത ശൈലിയിൽ ദൈവം നിന്നെ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പ്രിയ സഹോദര സഹോദരി എനിക്ക് മനസ്സിലാക്കാൻ കഴിയുക? പ്രിയമുള്ളവരെ, രാവിലെ ഏകദേശം 4:30 സമയമായി. അച്ഛൻ പറഞ്ഞു, നീ വീട്ടിലേക്ക് പോകുക, വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, ഞാൻ വീട്ടിലേക്ക് പോകുകയാണ്. പോകുന്ന സമയത്ത് മരണവീട് പോലെ ഞാൻ ദീർഘദൃഷ്ടിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അകലെ നോക്കുമ്പോൾ ഒരു മരണവീടിന്റെ പ്രതിച്ഛായയുണ്ട്. എൻ്റെ വീടിന്റെ ഭവനത്തിന്റെ മുൻവശം. അകലെ നാട്ടിലെ ആളുകൾ ഇങ്ങനെ തിങ്ങിക്കൂടിയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് കടന്നു ചെല്ലുകയാണ്. നീ എവിടെയായിരുന്നു എന്നോട് ചോദിച്ചു. പലവർക്കും എന്നെ വലിയ അഭിപ്രായമൊന്നുമില്ല.
ഞാൻ അത്രമാത്രം ക്രിമിനലാ, ചൂടാവണ മുമ്പാട് കയ്യേറ്റം ചെയ്യും, അപ്രകാരമുള്ള ഒരു ക്രിമിനൽ സ്വഭാവമുള്ളവൻ. എന്നെ പലവരും ഉപയോഗിച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ, പല കാര്യങ്ങൾക്കും വേണ്ടി. എന്നാൽ ഈ സഹോദരന്മാർ ചോദിച്ചു, നീ എവിടെയായിരുന്നു? ഞാൻ പറഞ്ഞു, ഞാൻ പുറത്തേക്ക് പോയി. എന്താ? നിന്റെ ഭാര്യ ഇവിടെ ഇതാ ബോധം കെട്ട് കിടക്കുകയാണ്. ഇതറിയാനുള്ള കാരണം, ഞാൻ ഈ സംഭവം നടത്തി പുറത്തേക്ക് പോയ സമയത്ത് എൻ്റെ വീടിന്റെ തൊട്ട് ഇവളുടെ കൂട്ടുകാരെത്തിയാണ്. അവളുടെ ഭർത്താവ് ഒരു ചുമട്ട് തൊഴിലാളിയാണ്. അദ്ദേഹം പുലർച്ചെ മാർക്കറ്റിലേക്ക് ചുമട്ട് വേലയ്ക്കായി പോകാൻ ഏകദേശം 2:30 ഇറങ്ങുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ ലൈറ്റ് കണ്ടു. അദ്ദേഹത്തിന്റെ ജീവിത സഖി കുറെ നേരം എൻ്റെ ഭാര്യയുടെ പേര് വിളിച്ചു. കേൾക്കാണ്ടായപ്പോൾ അകത്തേക്ക് നോക്കിയപ്പോൾ വാതിൽ തുറന്നു കിടക്കുന്നു. ആ സഹോദരി അകത്ത് പ്രവേശിച്ചപ്പോൾ എൻ്റെ ഭാര്യ ഇതാ മരിച്ചു കിടക്കുന്ന പോലെ കിടക്കുക. ചെറിയൊരു അനക്കമുണ്ട്. ഉടനെ ആ സഹോദരന്റെ ജീവിത സഖിയെ വിളിച്ചു, അയൽപ്പക്കത്തുള്ള കുടുംബക്കാരെ വിളിച്ചു. പ്രിയമുള്ളവർ, അവരെല്ലാം കാർ വിളിച്ച് അവർ തൃശ്ശൂരിലുള്ള ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഹല്ലേലൂയ, ഉറക്കെ പറയാമോ? ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലേക്ക് എത്തി. എന്നോട് പറഞ്ഞു, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു നാട്ടുകാര്. ഞാൻ അല്പസമയം കൂടെ അവിടെ വെയിറ്റ് ചെയ്ത. ഞാൻ ഭയപ്പെട്ടുകൊണ്ട്, പേടിച്ച് വിറച്ചുകൊണ്ട് ഞാൻ മനമില്ല മനസ്സോടെ ജൂബിലി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ IC യൂണിറ്റിൽ അതിന് മുൻവശത്ത് എൻ്റെ ജീവിത സഖിയുടെ സഹോദരൻ നിൽക്കുന്നു. എൻ്റെ സഹോദരന്മാരൊക്കെ പരിസരത്തുണ്ട്. പ്രിയമുള്ളവരെ, അവൾ ചില്ല് ഓക്സിജൻ കൊടുത്ത് ഇങ്ങനെ കിടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടി എന്നെ കണ്ടു. അവൾ ഇങ്ങനെ വിരൽ കൊണ്ട് കാണിച്ചു അദ്ദേഹത്തെ വിളിക്കാൻ. നെയ്സ് വന്ന് പറഞ്ഞു, ആരാണ്? റാഫി. ഞാൻ പറഞ്ഞു, ഞാനാണ്. അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, എൻ്റെ ജീവിത സഖി എൻ്റെ കൈ പിടിച്ചു പറഞ്ഞു, പൊന്നു ചേട്ടാ, ഞാൻ നിങ്ങൾക്ക് ചേർന്ന ഇണയല്ലേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ നിങ്ങൾ ഇപ്രകാരം ഉപദ്രവിക്കുന്നത്? പ്രിയമുള്ളവരെ, പൊട്ടിക്കരഞ്ഞു അവള്. ഈ കരച്ചിൽ കേട്ടപ്പോൾ ഞാനും വാവിട്ട് കരഞ്ഞു. എന്തുകൊണ്ടാണ് എൻ്റെ കുടുംബം ഇങ്ങനെ ആയിപ്പോയത്? പ്രിയമുള്ളവരെ, മത്തായിയുടെ സുവിശേഷത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്, നീ അളക്കുന്ന അളവാൽ തന്നെ നിനക്ക് അളന്നു കിട്ടുമെന്ന്. നീ നന്മയാണ് അളന്നെങ്കിൽ നിനക്ക് നന്മ തിരിച്ചു കിട്ടും. നീ തിന്മയാണ് അളന്നതെങ്കിൽ, പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിനക്ക് തിന്മ അളന്നു കിട്ടും. പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിൽ വല്ലാതെ വേദനയായി. ഞങ്ങൾ രണ്ടുപേര് കൈകോർത്ത് പിടിച്ച് വാവിട്ട് അവിടെ കരഞ്ഞു. പിറ്റേ ദിവസം അച്ഛൻ ഒരു ബ്രദറെ, ഒരു സഹോദരനെ എൻ്റെ വീട്ടിലേക്ക് വിടുകയാണ്. അവിടെ അദ്ദേഹം ധ്യാനം കൂടി വന്ന് ഒത്തിരി ശുശ്രൂഷ ചെയ്തൊരു മനുഷ്യനാണ്. അദ്ദേഹം ബ്രദർ ബാബു എന്നാണ് വിളിക്കപ്പെട്ട. അച്ഛൻ പറഞ്ഞു, ആ സഹോദരന്റെ വീട്ടിൽ പോയി അവരെ ധ്യാനിപ്പിക്കണമെന്ന്. പ്രിയമുള്ളവരെ, ആദ്യമായി എൻ്റെ കുടുംബത്തെ കൂട്ടി ദിവ്യൻ ധ്യാന മന്ദിരത്തിൽ ചെല്ലുകയാണ്. ഈ സമയത്തിൽ ആ ധ്യാന മന്ദിരത്തെ കുറിച്ചൊക്കെ ഒത്തിരി കുപ്രചാരണങ്ങൾ നടത്തി. തെരുവുകളിൽ തെരുവ് നാടകം നടത്തി. ഒത്തിരിയേറെ അവിടുത്തെ സിസ്റ്റേഴ്സിന് അച്ഛന്മാരെയൊക്കെ വളരെ മോശമായി ചിത്രീകരിച്ചൊരു വ്യക്തിയായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ ശരീരത്തിൽ ആകെ ഒരു അസ്വസ്ഥയായ ഒരു നിമിഷങ്ങളായിരുന്നു. ഞാൻ അവിടെ ചെന്ന് 2 ദിനങ്ങൾ കഴിച്ചുകൂട്ടി എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. ഞാൻ നോക്കുമ്പോഴൊക്കെ പ്രിയമുള്ളവരെ, എൻ്റെ ജീവിത സഖി മുട്ടുമെന്ന് ജപമാല ചൊല്ലി കണ്ണുനീരോടെ കരയുന്നത് പലപ്പോഴും കണ്ടു. ഓരോ സമയത്തും അവൾ പറഞ്ഞു, ചേട്ടാ നിങ്ങൾ ഇരിക്കേ, നിങ്ങൾ വചനം കേൾക്ക്, നമ്മുടെ ജീവിതം അനുഗ്രഹിക്കണ്ടേ. ഞാൻ പലപ്പോഴും അതിന് വിരുദ്ധമായി 2-3 ദിവസങ്ങൾ അവിടെ തള്ളി നീക്കി. ബഹുമാനപ്പെട്ട പനക്കലച്ചൻ ഒറ്റക്കാലിലാണ് വചനം പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ അതൊന്ന് കാണാമെന്ന് കരുതി സ്റ്റേജിന്റെ പള്ള സൈഡിൽ നിന്ന് നോക്കുകയാണ്. സ്റ്റേജിന്റെ സൈഡിൽ നിന്ന് നോക്കുക. പ്രിയമുള്ളവരെ, അച്ഛൻ 2 മണിക്കൂർ വചനം പറയുന്നത് ഒറ്റക്കാലിൽ ഇങ്ങനെ നിന്നുകൊണ്ട് തന്നെയാണ്. സംശയമില്ല, അവിടെ എങ്ങനെയാണ് പാട്ടുകാർ നടത്തുന്നത്, അവിടെ എങ്ങനെയാണ് സ്ത്രീകൾ ജീവിക്കുന്നത്, അവിടുത്തെ പ്രേക്ഷകർ പാപം ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ഈ ദിനങ്ങളായിരുന്നു. പക്ഷേ 3-ാമത്തെ ദിവസം എൻ്റെ ജീവിത സഖി പറഞ്ഞു, നിങ്ങൾ സ്വസ്ഥമായിട്ടിരിക്കാൻ. പ്രിയമുള്ളവരെ, 3-ാമത്തെ ദിവസം ദിവ്യക്കാരുടെ ആരാധന എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് ഗായിക സംഘം ഒന്നു ചേർന്ന് സ്തുതി ആരാധന നടത്തുകയാണ്. ഈ സമയത്ത് ഞാൻ ഇങ്ങനെ കൈകള് ചുരുട്ടി പിടിച്ചുകൊണ്ടിരിക്കുക. അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിയമുള്ളവരെ, എൻ്റെ ശരീരത്തിൽ എന്തെന്ന് ഒരു ട്യൂബ് ലൈറ്റ് പൊട്ടി തലയിൽ വീണ ഒരു അനുഭവം. പെട്ടെന്ന് തലയിൽ അടിച്ച വശന്നെ എൻ്റെ ഈ 2 കൈകളും ഉടനെ സ്വർഗത്തിലേക്ക് ഉയർന്നു. പ്രിയമുള്ളവരെ, എന്ത് ഭാഷയാണെന്ന് അറിഞ്ഞുകൂടാ, ഒരു പ്രത്യേകമായ ഭാഷയിൽ ഞാൻ ചൊലിക്കാൻ തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ ആരാധനയെല്ലാം ശാന്തമായി, ആരാധനയെല്ലാം കഴിഞ്ഞു പ്രിയമുള്ളവരെ. പക്ഷെ എൻ്റെ സ്തുതിപ്പ് നിൽക്കുന്നില്ല. എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തൊക്കെ വിട്ടുപോയതുപോലെ അനുഭവം ഉണ്ടായി. ഞാൻ എൻ്റെ ജീവിത സഖിയുടെ അടുത്ത് ചെന്നു. പ്രിയമുള്ളവരെ, എനിക്ക് എന്തെന്ന് അറിഞ്ഞുകൂടാ,
അവിടെ കുമ്പസാരിക്കാൻ ഇരിക്കുന്ന ഒരു കപ്പുച്ചനുണ്ട്. അച്ഛനടുത്ത് വന്ന് ഞാൻ സെക്കൻഡ് നേരം കൊണ്ട് എൻ്റെ ജീവിതത്തിന്റെ കടന്നുപോയ കാര്യങ്ങളെല്ലാം പങ്കുവെച്ചു. അച്ഛൻ പറഞ്ഞു, മോനെ, ഇതിനെയാണ് പരിശുദ്ധാത്മാവ് ഇടപെട്ടു എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഉറക്കെ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനെയാണ് പരിശുദ്ധാത്മാവ് ഇടപെട്ടു എന്ന് പറയുന്നത്. എൻ്റെ ജീവിത സഖിയോട് ഞാൻ പ്രിയമുള്ളവർ ആ ധ്യാന മന്ദിരത്തിൽ മുട്ടുകുത്തി നിന്ന് അവളെ 2 കരങ്ങൾ പിടിച്ചു അവളോട് പറഞ്ഞു, മോളെ, ഈ കാലം എത്രയും നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടില്ല. ഒത്തിരി വേദനയാണ് ഞാൻ നിനക്ക് തന്നത്. നിനക്ക് ഒത്തിരിയേറെ നിന്റെ കൂട്ടുകാരുടെയും സമൂഹത്തിൽ വെച്ച് ഞാൻ മർദ്ദിക്കുകയും ഒത്തിരി വേദനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് എന്തെന്നറിഞ്ഞുകൂടാ, പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ്. ഞാൻ മാപ്പ് ചോദിച്ചു. പ്രിയമുള്ളവരെ, അവൾ വാവിട്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, എൻ്റെ ജീവിത സഖി അന്ന് മുതൽ ഞങ്ങൾ 2 പേരും വീട്ടിൽ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എന്താണിത് ചെയ്യാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തൊക്കെയോ ഒരു കിലോ കണക്കിന് തൂക്കം കുറഞ്ഞു പോയ പോലെ. പ്രിയമുള്ളവരെ, ആ ദിവസങ്ങളിൽ അനേകരെ കണ്ടുമുട്ടാറുണ്ട്. ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കും, മുടങ്ങാതെ ദിവ്യവേലയ്ക്ക് പോകും, വികാരിച്ചിനുമായിട്ട് ഷെയർ ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ മദ്യപാനികളായിട്ടുള്ള ആളുകളെ ചുമ്മാ അവരെ വീട്ടിൽ ചെന്ന്, ഒന്ന് തോമസ് ഏട്ടാ മദ്യപാനം നിർത്ത്, നമുക്കൊരു ധ്യാനത്തിന് പോകണ്ടേ, ചുമ്മാ ചോദിച്ചാൽ മതി. പ്രിയമുള്ളവരെ, പലവരും വന്ന് മുട്ടിയിട്ടുണ്ട്. പലവരും വന്ന് ധ്യാനത്തിന് വിളിച്ച വ്യക്തിയായിരിക്കാം. പക്ഷേ ഇങ്ങനൊരു വാക്ക് പറഞ്ഞാൽ ഉടനെ അദ്ദേഹം കൂടെ പോരും. എനിക്ക് അറിഞ്ഞുകൂടാ അതെന്താണെന്ന് അറിഞ്ഞുകൂടാ. പലവരും അങ്ങനെ. പ്രിയമുള്ളവർ, ഞങ്ങളുടെ വീട്ടിൽ ഒരാളുണ്ട്, ഞങ്ങളുടെ അപ്പൻ ഭയങ്കര മദ്യപാനിയാ, ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു. അവിടെ ചെന്ന് ഒരു സെക്കൻഡ് നേരം സംസാരിക്കാൻ വാ തുറന്നാൽ ഉടനെ ആ മനുഷ്യൻ വരുന്നു, ധ്യാനം കൂടുന്നു, അവർ മാനസാന്തരപ്പെടുന്നു. എന്ത് അത്ഭുതമെന്ന് അറിഞ്ഞുകൂടാ. ഇതിനെയാണ് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രത്യേക ഇടപെടൽ. പ്രിയമുള്ളവരെ, ഇതാണ് കൃപ എന്ന് പിന്നീട് ആത്മീയ ഉപദേഷ്ടാക്കൾ പറഞ്ഞപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ പാപകരമായ സാഹചര്യങ്ങൾ ഞാൻ ഉപേക്ഷിച്ചു. ആ നാട്ടിൽ തന്നെ പ്രാർത്ഥനയോടെ ജീവിക്കാൻ തുടങ്ങി. പലവരും എനിക്ക് വൈരാഗ്യമുള്ളവരുണ്ടായിരുന്നു. പലവരും എന്നെ നശിപ്പിച്ചു കളയുമെന്ന് പറഞ്ഞു. പലവരും പറഞ്ഞു നിന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞു. എന്നാൽ പ്രിയമുള്ളവരെ, ഭയം കൂടാതെ ദൈവത്തിന് മുമ്പിൽ സാക്ഷ്യം വഹിക്കുവാൻ ദൈവം എന്നെ ഒരുക്കി. തുടർന്ന് പ്രിയമുള്ളവരെ, ഒരു കന്യാസ്ത്രീ സിസ്റ്റർ വന്ന് പറഞ്ഞു, എൻ്റെ സഹോദരൻ വല്ലാതെ മദ്യത്തിന് അടിമയാണ്, അതുകൊണ്ട് സഹോദര നീ ഒന്ന് പോയി അദ്ദേഹത്തെ ധ്യാനിപ്പിക്കാൻ പറ്റുമോ? പലവരും പറഞ്ഞിട്ട് അത് നടന്നിട്ടില്ല. എനിക്ക് അറിഞ്ഞുകൂടാ. പ്രിയമുള്ളവരെ, അവിടെ ചെന്ന് ആ ചേട്ടനോടൊന്ന് പറഞ്ഞു. പ്രിയമുള്ളവർ, ആ ചേട്ടൻ ഇന്നും മദ്യപാനത്തിൽ നിന്ന് വിമുക്തനായി കുടുംബജീവൻ നയിക്കുന്നുണ്ട്. ആ സിസ്റ്റർ പറഞ്ഞു, മോനെ, ഇനി നീ ചെയ്യേണ്ടത് അനേകരെ നേടുവാനായിട്ട് എന്ത് ചെയ്യണമെന്ന്. പ്രിയമുള്ളവരെ, ഞാൻ സ്വർണ്ണപ്പണിക്കാരനായിരുന്നു. എനിക്ക് 1,500 രൂപ ഒരു ദിവസം കിട്ടുമായിരുന്നു. ഒരു ആത്മീയ ഉപദേഷ്ടാവ് പറഞ്ഞു, നീ ഈ ജോലി നിർത്തിവെക്കാൻ പറഞ്ഞു. ഈ ജോലി നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു, മാർക്കറ്റിൽ പോയി കുറച്ച് മീനെടുത്ത് നീ വിൽക്കണമെന്ന്. ഒരു ബന്ധമില്ലാത്ത പണി. പരിശുദ്ധാത്മാവിന്റെ പണി നിങ്ങൾ ഓർക്കണേ. പ്രിയമുള്ളവരെ, ഞാനത് അക്ഷരം പ്രതി ദൈവവാക്കായി സ്വീകരിച്ചു. പിറ്റേ ദിവസം ഞാൻ മാർക്കറ്റിൽ ഒരു ചെറിയ സൈക്കിളിൽ ഒരു പെട്ടിയൊക്കെ വെച്ച് കെട്ടി ഒരു 10-20 കിലോ മീൻ മേടിച്ച് വിൽക്കാമെന്ന് കരുതി ചെന്നു. അത് ദൈവമാണ് അടച്ചെന്ന് പിന്നെ മനസ്സിലായത്. പ്രിയമുള്ളവരെ, എല്ലാ ദിവസവും മാർക്കറ്റിൽ കൈ ഉയർത്തിക്കൊണ്ട് പുലർച്ചെ 4 മണിക്ക് പ്രാർത്ഥിക്കും. കർത്താവേ, അനേകർ ഈ മാർക്കറ്റിൽ വ്യഭിചാരവും അനേകർ മദ്യപാനവും ഒത്തിരിയൊക്കെ ഗുണ്ടാസംഘങ്ങൾ നിറയുന്ന സ്ഥലമാണ് തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ മാർക്കറ്റ്. ഈ മത്സ്യ മാർക്കറ്റിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ദിവസം പ്രഭാതത്തിൽ 2-3 സ്ത്രീകൾ ഞങ്ങളെ പ്രാർത്ഥന സമൂഹത്തിലേക്ക് വരികയാണ്. ഇടവക പ്രാർത്ഥനയിൽ എന്നിട്ട് വന്ന് പറഞ്ഞു, സഹോദരന്റെ ഭർത്താവ് 28ഓളം ധ്യാനം കൂടിയിട്ടുണ്ട്. അദ്ദേഹം ഒരു ഗുണ്ടയാണ്. അദ്ദേഹം പുലർച്ചെ ഒരു ഫുൾ കുപ്പി ബ്രാൻഡി വാങ്ങി പഞ്ചായത്ത് പൈപ്പിൽ പിടിച്ച് ഇങ്ങനെ കുടിക്കും. അദ്ദേഹത്തെ മാനസാന്തരത്തിലേക്ക് ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന്. പ്രിയമുള്ളവരെ, ഇത് കേട്ട് ഞാൻ മാർക്കറ്റിൽ നിൽക്കുക. ഞാനിത് സ്വീകരിച്ച് ഇദ്ദേഹത്തെ അന്വേഷിക്കാൻ ചെന്നു. ഇദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹത്തെ ചെന്ന് പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദര, 1 കൊരിന്ത്യസ് 3:16 വചനം പറഞ്ഞല്ലേ, നിന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്, ഇത് നശിപ്പിക്കുന്നവരെ കർത്താവ് നശിപ്പിക്കുമെന്ന്. പ്രിയമുള്ളവരെ, ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, എത്ര വർഷമായി കുടിക്കാൻ തുടങ്ങി? വർഷങ്ങളായി കുടിക്കാൻ തുടങ്ങി. കഞ്ചാവ് അടയിട്ട് വലിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് അദ്ദേഹം മാവ് കുഴച്ച് അതിൽ വെച്ച് അടയിട്ട് ചൂടാക്കിയിട്ടാണ് തിന്നുക. അദ്ദേഹം
ഏകദേശം 10-12 സൈസ് മയക്കമരുന്നിന്റെ ഗുളികകൾ കഴിക്കും. പ്രിയമുള്ളവരെ, അദ്ദേഹത്തെ പറഞ്ഞു, ഈ പറഞ്ഞു അദ്ദേഹം, ഞാനും നിങ്ങളുടെ ധ്യാനത്തിന് വരുന്നുവെന്ന്. അദ്ദേഹത്തെ കുടുംബത്തെയും കൂട്ടി പ്രിയമുള്ളവരെ ധ്യാന സെന്ററിലേക്ക് ചെന്നു. പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ തൊട്ടു. ഇന്ന് അദ്ദേഹം 10 വർഷമായി നമ്മുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കുന്നവർ മാത്രം വലത്ത് കരയിരുത്തി ഹല്ലേലൂയ പറയട്ടെ, അല്പൊരു സ്വരത്തിൽ പറയട്ടെ. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് കർത്താവ് ഈ ദാസനോടൊപ്പം ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ച് പ്രിയമുള്ളവരെ, ഇന്ന് ഞങ്ങളുടെ കൂട്ടായ്മയിൽ 30ഓളം വരുന്ന വ്യക്തികളുണ്ട്. തൃശൂർ അതിരൂപതയിലെ ഏറ്റവും നല്ല പ്രാർത്ഥന സമൂഹമായി വരികയാണ്. പ്രിയമുള്ളവരെ, അനേകർ 1 കോടി രൂപ കടബാധ്യത തൊട്ട് 5 ലക്ഷം രൂപ കടബാധ്യതയുള്ള വ്യക്തികൾ മുതൽ മദ്യപാനത്തിനും മയക്കുമരുന്നിനും 9ഓളം വ്യക്തികൾ ഗുണ്ടാസംഘത്തിനും കേസുകൾ പ്രതികളും ചെക്ക് കേസുകൾ കൊടുത്ത് പരാജയപ്പെട്ടവരൊക്കെ ആയിട്ടുള്ള അനേകരടങ്ങുന്ന ഒരു സമൂഹമാണ് തൃശ്ശൂരിലെ അസിസി പ്രാർത്ഥന സമൂഹം. ഇന്ന് ഞങ്ങൾക്ക് അതിരൂപത ഒരു വൈദികനെ തന്നുകൊണ്ട് അതിന് ലീഡർഷിപ്പും അതിന് കോർഡിനേഷനൊക്കെ എന്നെ ചുമതലപ്പെടുത്തിക്കൊണ്ട് പ്രിയമുള്ളവരെ, ഞങ്ങളെല്ലാവരും എല്ലാ ശനിയാഴ്ചകളും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും എല്ലാ അവരുടെ കുടുംബങ്ങൾ ഫോളോഅപ്പ് ചെയ്യും. അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കുകയും പ്രാർത്ഥനയിലും അവരെ വചനത്തിലും നിറച്ചുകൊണ്ട് സഭയ്ക്ക് മുതൽക്കൂട്ടാക്കിക്കൊണ്ട് ഞങ്ങളിത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ യാത്രയിൽ അനേക കുടുംബങ്ങളെ പരിശുദ്ധാത്മാവ് സ്പർശിച്ചിട്ടുണ്ട്. അനേക വ്യക്തി ജീവിതങ്ങളെ കർത്താവിനായി ശുശ്രൂഷയ്ക്കായി കർത്താവ് തെരഞ്ഞെടുത്തിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് യോഹന്നാന്റെ വാക്ക് ഞാൻ പറഞ്ഞത്, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന്. നമ്മുടെ കർത്താവ് പാപികളെ സ്നേഹിക്കുന്നവൻ നമുക്കറിയാം. അവന്റെ വരവിനായി കാത്തിരിക്കുന്നവരാണ് ഞാനും നിങ്ങളും. എന്നാൽ പ്രിയമുള്ളവരെ, അവന്റെ വരവിന്റെ ദിനത്തിൽ ഇനി നിനക്കൊരു സമയമില്ല. ഇനി നിനക്ക് ഒരു പാപമോചനത്തിന് സമയമില്ല. ഈ കാലഘട്ടത്തിൽ നീ പാപിയാണെന്ന് തിരിച്ചറിഞ്ഞ് പാപമോചനത്തിന് വേണ്ട ശുശ്രൂഷകളിലേക്ക് നീ ക്രമപ്പെടുത്തിയാൽ നിന്റെ കുടുംബം പ്രിയമുള്ളവരെ തമ്പുരാൻ അനുഗ്രഹിക്കും. യോനയുടെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ ധ്യാനിക്കുമ്പോൾ അറിയാം, യോനയോട് പറഞ്ഞു, നീ നിനവെ ദേശത്ത് പോയി പറയണം, 40 ദിവസം കൊണ്ട് ഞാൻ ഈ ദേശത്തെ നശിപ്പിക്കുമെന്ന്. എന്ത് കാരണം? ആ ദേശത്തിന്റെ പാപം സ്വർഗത്തിലേക്ക് എത്തിയിരിക്കുന്നു, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് പ്രവാചകനോട് പറഞ്ഞു, പ്രവാചക, നീ പാപികളുടെ അടുത്ത് പോയി ദേശത്ത് വിളിച്ചു പറയണം, ഞാൻ 40 ദിവസം കൊണ്ട് ഈ ദേശത്തെ നശിപ്പിക്കുമെന്ന്. പ്രിയമുള്ളവരെ, പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, അല്ലയോ ദൈവജനമേ, സ്വർഗത്തിലെ ദൈവം തന്നെ ദേശത്തെ നശിപ്പിക്കാൻ പോകുകയാണ്. ആ എല്ലാവരും മനസ്സാന്തരപ്പെടുമെന്ന്. പ്രിയമുള്ളവരെ, വചനം തുടർന്ന് വായിക്കുമ്പോൾ അതിൽ പറഞ്ഞു വെക്കുകയാണ്, ദൈവജനം ചാക്കുടുത്ത് ചാരം പൂശി അവർ പ്രാർത്ഥനയോട് ഉപവസിച്ചുവെന്ന്. ഇത് കേട്ട് രാജ്യസന്നിധിയിൽ രാജാവും ഇത് കേട്ടു. അദ്ദേഹം ഒരു കൽപ്പന പുറപ്പെടുവിച്ചു, എല്ലാ മനുഷ്യരും ചാക്കുടുത്ത് ചാരം പൂശി, എല്ലാ മൃഗങ്ങളും ചാക്കുടുത്ത് ചാരം പൂശി ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്ന്. പ്രിയമുള്ളവരെ, ദൈവം ആ ദേശത്തോട് ചെയ്യാനിരുന്ന, ആ ദേശത്തെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ ആ വലിയ സത്യം കർത്താവ് അവരോട് കരുണ കാണിച്ച് പിൻവലിച്ചു. പ്രിയമുള്ളവരെ, ഇന്ന് പാപികളെ കുറിച്ച് ദൈവത്തിന്റെ ഹൃദയത്തിലെ അഭിലാഷം എന്താണ്? നമ്മൾ മാനസാന്തരപ്പെടാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എൻ്റെ പാപ ജീവിതങ്ങളിൽ തിട്ടമായ ഒത്തിരി അനുഭവങ്ങൾ വേറെയുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ ജീവിച്ചു വന്ന കാലത്ത് ഈ ദൈവത്തെ കണ്ടെത്തിയപ്പോൾ ആളുകൾ പറഞ്ഞു, സ്ഥലം വിട്ട് ഇവിടുന്ന് പോകുന്നത് നിനക്ക് നല്ലതാ എന്ന്. നീ മാനസാന്തരപ്പെട്ടത് നല്ലതാ, പക്ഷേ നീ സ്ഥലം വിട്ട് പോകാൻ ഇവിടുന്ന് നല്ലത്, അല്ലെങ്കിൽ ശത്രുക്കൾ നിന്നെ കീഴ്പ്പെടുത്തി നശിപ്പിക്കുമെന്ന്. എന്നാൽ പ്രിയമുള്ളവരെ, എൻ്റെ ദൈവം എൻ്റെ പക്ഷത്തുണ്ട്. അവിടുന്ന് റോമേട്ട് 31 പറഞ്ഞു, ദൈവം എൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ ആരെനിക്കെതിരെ നിൽക്കുമെന്ന്. പ്രിയ സഹോദരങ്ങളെ, എല്ലാ ദിവസവും ദിവ്യബലിയും പ്രാർത്ഥനയുമായി സമൂഹത്തിൽ ആളുകൾ കൂടാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ ശത്രുക്കളെ കർത്താവ് കീഴ്പ്പെടുത്തി. ഇന്ന് എൻ്റെ രാജ്യത്ത്, എൻ്റെ നാട്ടിൽ ഞങ്ങൾ ഇതാ ഒരു പുതിയ ഗ്രൂപ്പ് ഇടവകയോട് ചേർന്ന് അതിരൂപ നവീകരണ മുന്നേറ്റത്തോട് ചേർന്ന് ഞങ്ങളിത് പ്രവർത്തിച്ചു വരികയാണ്. പ്രിയമുള്ളവരെ, ഞാൻ പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കും, കള്ളുകൂടി നിർത്തിയാൽ ഒരുപക്ഷെ എങ്ങനെയാണ് പിടിച്ചു നിൽക്കുക? കള്ള് ഷാപ്പ് മാറുന്നില്ല. എന്നാൽ പ്രിയമുള്ളവരെ, ഞാനും നീയുമാണ് മാറാൻ ദൈവം ആഗ്രഹിക്കുന്നത്. അത് മാറുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നെ ക്രമപ്പെടുത്തും. നമ്മുടെ ജീവിതങ്ങളെ
പരിശുദ്ധാത്മാവിന് മുതൽക്കൂട്ടാക്കി മാറ്റണം. സഭയ്ക്കും തിരുസഭയ്ക്കും മുതൽക്കൂട്ടായി മാറുമ്പോൾ ദൈവവചനത്തിന്റെ ശുശ്രൂഷകരായി കർത്താവ് നമ്മളെ മാറ്റുകയാണ്. പ്രിയപ്പെട്ടവരെന്നെ ശ്രവിക്കുന്നവരെ, രാത്രിയിൽ നിന്റെ പാപമോചനത്തിന് കർത്താവ് ആഗ്രഹിക്കുന്നു. നീ പാപത്തെ ഉപേക്ഷിച്ചാൽ നിന്നെ കർത്താവിന് ആവശ്യമുണ്ട്. നിനക്ക് വിദ്യാഭ്യാസമോ, നിനക്ക് സൗന്ദര്യമോ, നിനക്ക് സമ്പത്തോ ആവശ്യമില്ല. കാരണം കർത്താവ് നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, കർത്താവ് നിന്നെ പോറ്റും. കർത്താവ് നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് നിന്നെ പോറ്റും. അതുകൊണ്ട് വാഗ്ദാനങ്ങൾ വിശ്വസ്തനായവന്റെ സന്നിധിയിലേക്ക് ഈ രാത്രിയിൽ നമുക്ക് ഓരോരുത്തർക്ക് തിരിക്കാനായി പരിശ്രമിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിനായി തെരഞ്ഞെടുക്കപ്പെട്ടവരായി തീരാം. പ്രിയമുള്ളവരെ, അവിടുന്ന് ഇന്ന് തിരുസഭയിൽ എത്രമാത്രം ശുശ്രൂഷകരാണ് വളർന്നു വരുന്നത്. ഞങ്ങളുടെ അതിരൂപതയിൽ 360ഓളം ശുശ്രൂഷകരുണ്ട്. അവരൊക്കെ ഒരു കാലത്ത് പാപത്തിനും മറ്റ് മ്ലേച്ഛതകൾക്ക് ജീവിച്ച് കടന്നുപോയ വ്യക്തികളായിരുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം കേട്ട് മാനസാന്തരപ്പെട്ടപ്പോൾ അവരുടെ ജീവിതത്തിൽ കർത്താവ് ലക്ഷ്യങ്ങൾ കൊടുത്തു. അവരെ ശുശ്രൂഷകരായി മാറ്റി നിർത്തി. അവിടുന്ന് അഭിഷേകം ചെയ്ത് അനേക ആത്മാക്കളെ രക്ഷയിലേക്ക് നയിക്കുവാൻ, അനേകരെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ ഉപകരണങ്ങളാക്കി മാറ്റുകയാണ്. നിന്നെയും ഈ രാത്രിയിൽ ദൈവം വിളിക്കുന്നു. പ്രിയമുള്ളവരെ, നിന്നെയും ഈ രാത്രിയിൽ കർത്താവ് നിന്നെ വിളിക്കുന്നുണ്ട്. നിന്റെ കുടുംബങ്ങളെ, നിന്റെ ജീവിതങ്ങളെ കർത്താവിന് ആവശ്യമുണ്ട്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ പാപത്തെ വെറുത്തു കഴിഞ്ഞാൽ കർത്താവ് നിന്റെ മക്കളെ ഉയർത്തും. കർത്താവ് നിന്റെ കുടുംബത്തെ ഉയർത്തും. കാരണം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായവനാണ് അവിടുന്ന്. വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ് അവിടുന്ന്. 1 സാമുവേൽ 2:35 തിരുവചനം പറഞ്ഞു, അവിടുത്തെ ഹൃദയാഭിലാഷം അനുസരിച്ച് പ്രവർത്തിക്കുക, അവന്റെ കുടുംബത്തെ കർത്താവ് നിലനിർത്തുമെന്ന്. ദൈവത്തിന്റെ ഹൃദയാഭിലാഷം അനുസരിച്ച് പ്രവർത്തിക്കാൻ പാപിയായ നമ്മെ വിളിക്കുന്ന കർത്താവ്, നിന്റെ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിച്ച് നീ ദൈവത്തിന്റെ ഹൃദയാഭിലാഷം എന്തെന്ന് തിരിച്ചറിഞ്ഞാൽ പ്രിയമുള്ളവരെ, നിന്റെ ജീവിതം കർത്താവ് അനുഗ്രഹിക്കും. വിശ്വസിക്കുന്നവർ വലത്ത് കരയുയർത്തി ഹല്ലേലൂയ പറയട്ടെ. അല്പയുടെ സ്വരത്തിൽ പറയട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയമുള്ളവരെ, അതുകൊണ്ട് അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും കർത്താവ് വിളിച്ചിരിക്കുക. നമുക്കറിയാം നമ്മുടെ ദൈവം അവസാന നാളുകളിൽ തിരിച്ചു വരുമെന്ന്. നമ്മുടെ കർത്താവ് വരുന്ന അന്ത്യധ്യാനങ്ങളിൽ പ്രിയമുള്ളവരെ, മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു പുതിയ വ്യക്തിത്വം ഉണ്ടായിരിക്കണം. പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിച്ച, പാപ സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് ദൈവത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഹൃദയങ്ങൾ ഉണ്ടായാൽ നിന്റെ കുടുംബത്തിൽ അനുഗ്രഹം പ്രാപിക്കും. മാത്രമല്ല, എത്ര കുടുംബങ്ങളാണ് ഇന്ന് നാശമണയുന്നത്. എൻ്റെ കുടുംബത്തിലെ പോലെ ഞാൻ പറഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലാക്കുന്നില്ല, അവൾ പറഞ്ഞ് എനിക്ക് മനസ്സിലാകുന്നില്ല, എൻ്റെ മക്കൾ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. കാരണം പ്രിയമുള്ളവരെ, അവിടെ ദൈവമില്ല. അവിടെ ദൈവമില്ല. എനിക്ക് ചേർന്ന ഇണയല്ല എന്ന് കരുതിയതാണ്. എന്നാൽ ഉൽപ്പത്തി 2:18 സത്യമാണ്. മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല, അവന് ചേർന്ന ഇണയെ കൊടുക്കുമെന്ന് അരുളി ചെയ്ത തന്റെ തമ്പുരാൻ. എൻ്റെ ജീവിത സഖി, പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്, നമ്മുടെ പ്രശ്നങ്ങള്, നമ്മുടെ പ്രതിസന്ധികൾ കുടുംബത്തിൽ വരുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് പ്രിയമുള്ളവരെ, എന്തിനാ ഇങ്ങനൊരു ജീവിതമെന്ന്. എന്നാൽ ഓർക്കുക, നിന്റെ പാപം ഉപേക്ഷിക്കേണ്ട സമയമായി, നീ ദൈവത്തിലേക്ക് തിരിക്കേണ്ട സമയമായി. ഈ തിരിക്കാൻ, ഈ സാഹചര്യങ്ങളെ മനസ്സിലാക്കുന്ന ഒരു നിമിഷത്തിലേക്കാണ് പ്രിയമുള്ളവരെ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുന്നത്. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമ്മളെ വഴി നടത്തും. ദൈവത്തിന്റെ പ്രവർത്തനത്തിന്റെ ഉപകരണങ്ങളായി മാറണം. നമ്മളെ സുവിശേഷത്തിന് വേണ്ടിയാണ് മാറ്റി നിർത്തിയിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞില്ലേ, 1 കൊരിന്ത്യസ് 9:16 പറഞ്ഞു, നീ സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ നിനക്ക് ദുരിതമാണ്. നിന്റെ കുടുംബത്തിലെ ദുരിതങ്ങൾ മാറുന്നത് എന്തുകൊണ്ടാണ് മാറാത്തത്? പ്രിയമുള്ളവരെ, നീ സുവിശേഷം പ്രസംഗിക്കണം. നിനക്ക് സ്നേഹമായി നിന്നോടൊപ്പമായിരിക്കുന്ന, നിന്നെ രക്ഷയിലേക്ക് നയിച്ച നിന്റെ തമ്പുരാനെ മറ്റുള്ളവർക്ക് കൊടുക്കണം. അതാണ് സുവിശേഷം. അത് മറ്റുള്ളവർക്ക് കൊടുക്കണം. അതിലേക്ക് നീ വിളിക്കപ്പെട്ടവനാണ്, അതിലേക്ക് വിളിക്കപ്പെട്ടവനാണ് നിന്റെ കുടുംബം എന്ന ഈ ബോധ്യത്തിലേക്ക് വന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ കഷ്ടപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ മക്കൾക്ക് ഒത്തിരിയേറെ ആളുകൾ പറയാറുണ്ട് മക്കളെ ജോലിക്ക് വേണ്ടി, ഒത്തിരിയേറെ ആളുകൾ പറയാറുണ്ട് കുടുംബ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. പ്രിയമുള്ളവർ ഓർക്കുക, നിനക്ക് കിട്ടിയ ദൈവത്തെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനാണ് സുവിശേഷം എന്ന് പറയുന്നത്. അത് നീ കൊടുത്തില്ലെങ്കിൽ നിനക്ക് ദുരിതമാണ്. അതാ വചനം പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് സഭയിലെ സുവിശേഷത്തിന്റെ വക്താക്കളായി തീരാൻ ശ്രമിക്കാം. ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവിന്റെ സമൃദ്ധമായ
ഒരു അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, മറ്റൊരു വിഷയമാണ് ഇന്ന് നമ്മൾ എത്രമാത്രം ആളുകളാണ് തകർന്ന് തരിപ്പണമായി പോയിക്കൊണ്ടിരിക്കുന്നത്, എത്രമാത്രം കുടുംബങ്ങളാ തകർന്ന് തരിപ്പണമായി പോയിക്കൊണ്ടിരിക്കുന്നത്, എത്ര മക്കളാ പഠന വിദ്യാഭ്യാസത്തെ യോഗ്യരായിട്ടുള്ള മക്കളൊക്കെ തകർന്നു കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഓർക്കണേ, നീ ഒരു സുവിശേഷകനാണെങ്കിൽ, നീ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചവനാണെങ്കിൽ, നിന്റെ ജീവിതത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നിനക്ക് അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനുള്ള ഒരു വലിയ വിളി ദൈവം തന്നിട്ടുണ്ട്. അത് പരിപൂർണമായി ഏറ്റെടുക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ കുടുംബം അനുഗ്രഹമാകുന്നത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ വചനം അപ്പോസ്തല പ്രവർത്തനം 16:31 നമുക്കറിയാം പ്രിയമുള്ളവരെ, നീ കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ, മറ്റൊരുവനല്ല ഞാൻ വിശ്വസിച്ചാൽ എൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കുന്നു. കർത്താവിൽ മാത്രമാണ് രക്ഷ, കർത്താവിൽ മാത്രമാണ് പ്രിയമുള്ളവരെ രക്ഷയുള്ളത്. ഈ ലോകത്ത് രക്ഷയ്ക്കായി ഒരു വ്യക്തിയും മറ്റോ നിയമിച്ചിട്ടില്ല. അപ്പോസ്തല പ്രവർത്തനം 4:12 പറഞ്ഞല്ലേ, ആകാശത്തിന്റെയും ഭൂമിയുടെ ഇടയിൽ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല. ഒറ്റ നാമം മാത്രമുള്ളത്, അത് യേശുവെന്ന നാമം. ആ നാമത്തിലാണ് രക്ഷ. അതുകൊണ്ട് പാപത്തെ ഉപേക്ഷിക്കാൻ, പാപികളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ ഈ രാത്രിയിൽ നമ്മുടെ കുടുംബങ്ങൾ സജ്ജമാകട്ടെ. നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ ഞാൻ പാപിയാണല്ലോ, എന്നെ ആരും സ്വീകരിക്കല്ലോ എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, കർത്താവ് പാപികളെയാണ് സ്നേഹിക്കുന്നത്. പ്രിയ സഹോദരങ്ങൾ, ആരെങ്കിലുമൊക്കെ ഞാൻ ജീവിച്ചതുപോലെ ഗുണ്ടാ സംഘത്തിലും ക്രിമിനൽ സ്വഭാവമായിട്ട് ജീവിച്ച സമൂഹത്തിലേക്ക് വരാൻ മടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിന്നെ കർത്താവ് സ്നേഹിക്കുന്നു. നിന്നെ ആവശ്യമുണ്ട്, നിന്നെ തിരുസഭയ്ക്ക് ആവശ്യമുണ്ട്, വചനത്തിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, മാനസാന്തരത്തിനൊത്തവിധ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ നമുക്ക് ഒരുങ്ങാം. നമ്മുടെ കർത്താവ് അതാണ് ആഗ്രഹിക്കുന്നത്. ആ കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് ഈ രാത്രിയിൽ പരിപൂർണമായി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ശാന്തമായി കണ്ണുകൾ അടയ്ക്കുക, രണ്ട് കരങ്ങളും തുറന്നു പിടിക്കുക. നല്ലവനായ ദൈവത്തിന്റെ മുമ്പിൽ ഈ രാത്രിയിൽ നിന്റെ മാനസാന്തര ജീവിതത്തെ ഓർക്കുക. ഒരുപക്ഷെ വർഷങ്ങളായി മാനസാന്തരപ്പെട്ട വ്യക്തിയാണ് നീ. എന്നാൽ മാനസാന്തരപ്പെട്ടവരുടെ മാനസാന്തരം ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് നീ വ്യതിചലിച്ചിട്ടുണ്ടോ? അവിടെ നിന്ന് നിന്റെ ഏത് സാഹചര്യങ്ങളിലും ദൈവം നിന്റെ കരം പിടിക്കും. നിന്റെ കുടുംബത്തെ അറിയുന്ന കർത്താവ്, നിന്റെ കുടുംബ ബന്ധങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നവൻ, നീ പരിപൂർണമായി കർത്താവിന്റെ സ്വന്തമായി തീരുക. രണ്ട് കരങ്ങളും തുറന്ന് നമുക്ക് സ്വതന്ത്രമായി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മക്കളും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവിന്റെ വലിയ ശക്തി കടന്നു വരട്ടെ. ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. മാനസാന്തര ഫലങ്ങൾ പരിഗണിക്കാൻ ഞാനൊരു പാപിയാണെന്ന് തിരിച്ചറിവുണ്ടാകട്ടെ. കർത്താവേ, നിന്റെ രാജ്യത്വത്തിന് വേണ്ടി ഞങ്ങൾ തെരഞ്ഞെടുക്കണമേ. നിന്റെ വചനത്തിനായി ഞങ്ങൾ ഉപയോഗിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ ഏറ്റെടുക്കുക, പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുക. വലിയ കൃപയ്ക്കായി ഞങ്ങൾ ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നല്ലൊരുക്കങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ. സുവിശേഷത്തിൽ ഞങ്ങളെ പേർ ചൊല്ലി വിളിക്കണമേ. കർത്താവേ, അനുതാപത്തിന്റെ ഹൃദയം നൽകണമേ, അനുതാപത്തിന്റെ ഹൃദയം നൽകണമേ. കുടുംബ സമാധാനങ്ങൾ നൽകണമേ. കർത്താവിന്റെ ശക്തി ഈ രാത്രിയിൽ അഭിഷേകമായി ഒഴുകട്ടെ. ഈ ദൈവജനത്തിൽ മേൽ പരിശുദ്ധാത്മാവ് ആഞ്ഞടിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ തുറന്ന് നിൻ പൈതലായി മാറ്റിയല്ലോ യേശുവേ. വലിയ ആഗ്രഹത്തോടെ നിൻ പൈതലായി മാറ്റിയല്ലോ ഈശോയെ, ഞാൻ പാപിയാണ് കർത്താവേ. എന്നെ വിളിച്ചവനേ, വലിയ ആഗ്രഹത്തോടെ പാടി പ്രാർത്ഥിക്കുന്നു. ദൈവമല്ലോ യേശുവേ, വരിക. എന്നെ വിളിച്ചവനേ,
പരിശുദ്ധാത്മാവേ പോലൊരു ദൈവമില്ല. ഓ പിതാവേ കാണണമേ നീ നല്ലവൻ, വലിയ ആഗ്രഹത്തോട് നല്ലവൻ. അങ്ങേ പോലൊരു ദൈവമില്ല. രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് ഹല്ലേലൂയ, ഹല്ലേലൂയ, ആത്മാവേ വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ, കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഹല്ലേലൂയ, കരങ്ങളൊന്ന് വീശിക്കോ, രണ്ട് കൈകളൊന്ന് വീശിക്കോ. കർത്താവിന് മഹത്വം കൊടുക്കുക. നല്ലവൻ, സർവ്വവൻ. കൈകൾ യാചന രൂപത്തിൽ പിടിച്ച് അങ്ങേ പോലൊരു ദൈവമില്ല. പിതാവേ നീ നല്ലവൻ, സർവ്വവല്ലഭൻ. അങ്ങേ പോലൊരു ദൈവമില്ല. കരങ്ങൾ കൂപ്പാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒരു നിമിഷം കൂടി ഈ രാത്രിയിൽ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ കരം പിടിച്ച് നടത്തണമേ. നല്ലൊരു മനസാന്തരത്തിന് ഒരുക്കമായി ദൈവരാജ വിസ്തരണത്തിനായി എന്നെ തെരഞ്ഞെടുക്കണമേ. ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധരെ ഈ സമയം ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈശോ മിശിഹായ്ക്ക് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ബഹുമാനപ്പെട്ട റാവി ബ്രദറിനെ ഓർത്തുകൊണ്ട് വലതുകരം ഉയർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ, ദൈവം ആ മകനിലൂടെ നമ്മോട് സംസാരിച്ച് സ്നേഹമോർത്ത് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ സാക്ഷികളാകാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം കർത്താവ് തൊടുമ്പോൾ നമ്മളിലൂടെ അനേകർ യേശുവിലേക്ക് വരും. അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. കർത്താവ് അങ്ങയുടെ ദാസനിലൂടെ നമ്മോട് സംസാരിച്ചതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം.